നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. എന്ത് ചെയ്തിട്ടും നമ്മുടെ ഒരു കാര്യവും വിജയത്തിൽ എത്തുന്നില്ല. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നതുമില്ല. ബിസിനസ്സിൽ പരാജയം, ഏതൊരു കാര്യത്തിന് തിരിഞ്ഞാലും അവിടെയൊക്കെ തടസ്സങ്ങൾ സംഭവിക്കുന്നു. ഒരു രീതിയിലും ഒരു വിജയം മുന്നിൽ എത്തുന്നില്ല. പല ജ്യോതിഷന്മാരെയും കണ്ടു, പല വഴിപാടുകൾ നടത്തി, പല ക്ഷേത്രങ്ങളിലും പോയി, എന്നിട്ടും യാതൊരു പ്രയോജനവും എൻ്റെ കാര്യത്തിൽ ഇതുവരെ ഉണ്ടാകുന്നില്ല. ദൈവത്തിൻ്റെ പരീക്ഷണം വളരെ വലുതാണ്. തനിക്ക് മാത്രം എന്തേ ഇങ്ങനെ? ഒരു കാര്യത്തിലും ഒന്നും നടക്കുന്നില്ല. ഇങ്ങനെ ഒന്നും നടക്കാതെ വരുന്ന അവസരത്തിൽ ജീവിതത്തിൽ പരാജയങ്ങൾ ഒരുപാട് വന്നുകൊണ്ടേയിരിക്കുകയാണ് എങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, നിങ്ങളുടെ ബിസിനസ് പരാജയപ്പെടുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അഭിവൃദ്ധിയില്ല, നേട്ടങ്ങൾ ഉണ്ടാകുന്നില്ല, എന്നാൽ നിങ്ങൾ കഠിനമായി അധ്വാനിക്കുകയും കൂടി ചെയ്യുന്നു. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വിജയത്തിൽ കൊണ്ടെത്തിക്കാൻ ചൊവ്വാഴ്ച ദിവസം ഈ ഒരു കാര്യം ചെയ്തു നോക്കുക. ഇത് നിങ്ങൾക്ക് ധാരാളം ധനം കൊണ്ടുതരും. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാനും കഴിയും. അങ്ങനെ വളരെ പെട്ടെന്ന് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും പോകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും മാറിക്കിട്ടും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ സാധിക്കും. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും. അത് നിങ്ങളുടെ ഷോപ്പായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ചെറിയൊരു ഓഫീസാണ്, അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തിയാണ്, എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് ഒരു ഉയർച്ച ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും ഈ ഒരു ചെറിയ കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക. അതിൻ്റെ ഫലം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭ്യമാകും. ഇത് ചൊവ്വാഴ്ചയാണ് ചെയ്യേണ്ടത്. ഇതിനായി വേണ്ടുന്നത്, അങ്ങാടിക്കടയിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ആലം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നിങ്ങൾക്കൊരു പക്ഷേ അറിയായിരിക്കാം, അതിന് പടികാരം എന്നൊക്കെ പറയാറുണ്ട്. ഈ പടികാരം അങ്ങാടിക്കടയിൽ നിന്നും വാങ്ങുക. മിക്ക അങ്ങാടിക്കടയിലും പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയിലും ഈ പടികാരമുണ്ട്. ഈ പടികാരം അല്ലെങ്കിൽ ആലം, ഇത് നിങ്ങൾ വാങ്ങുക. അതിനുശേഷം കല്ലുപ്പ് വേണം. ഈ കല്ലുപ്പും വാങ്ങുക. ഇത് ചൊവ്വാഴ്ച ദിവസമാണ് ചെയ്യേണ്ടത്. നമ്മുടെ ബിസിനസ് വിജയിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട്, എന്ത് കാര്യത്തിനും ഇത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഈ ആലം വാങ്ങി, അത് അങ്ങാടിക്കടയിൽ നിന്നാണ് മേടിച്ചത്. പടികാരം എന്നും പറയുന്നുണ്ട്. പടികാരമെന്നോ ആലമെന്നോ പറഞ്ഞ് അങ്ങാടിക്കടയിൽ നിന്നും വാങ്ങുക. ഇത് വാങ്ങിയതിന് ശേഷം ചൊവ്വാഴ്ച ദിവസം രാവിലെയോ വൈകുന്നേരമോ ഏതൊരു സമയത്തും ഒരു ഗ്ലാസ് എടുക്കുക. ഈ ഗ്ലാസ്സിലേക്ക് കുറച്ച് കല്ലുപ്പും ഇടുക, കുറച്ച് പടികാരവും ഇടുക. പടികാരവും ഇട്ടതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ ദുഃഖങ്ങളൊക്കെ ഒഴിയണം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധി വരണം, നേട്ടം വരണം, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം എന്ന് പ്രാർത്ഥിക്കുക. നന്നായിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചതിന് ശേഷം ഇത് നമ്മുടെ ഷോപ്പിന്റെ പടിഞ്ഞാറേ മൂലയിൽ സൂക്ഷിക്കുക. ഏത് മൂലയിൽ വേണമെങ്കിലും സൂക്ഷിക്കാം. പടിഞ്ഞാറേ മൂലയിൽ സൂക്ഷിക്കുക. ഇത് എല്ലാ ചൊവ്വാഴ്ചയും ഇത് മാറ്റുക. പടികാരവും മാറ്റുക, ഉപ്പും മാറ്റുക. ഇങ്ങനെ ഒരു 3 ആഴ്ച ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ബിസിനസ് എന്ത് തന്നെയാണെങ്കിലും അത് പുരോഗതിയിലേക്ക് എത്തുന്നതായി കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളും ശ്രമിക്കുക ആ ബിസിനസ് വളരണമെന്ന്. നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ച രീതിയിൽ ബിസിനസ് വളരുന്നതായി കാണുവാൻ സാധിക്കും. ഇത് ചൊവ്വാഴ്ചയാണ് ചെയ്യേണ്ടത്. ഒരു ചെറിയ ഗ്ലാസ്സിൽ ഉപ്പും പടികാരം, അതായത് ആലവും ഇട്ടതിന് ശേഷം പ്രാർത്ഥന നടത്തുക. അത് പടിഞ്ഞാറേ മൂലയിൽ വെക്കുക. പടിഞ്ഞാറേ മൂലയിൽ വെച്ചതിന് ശേഷം അടുത്ത ചൊവ്വാഴ്ച വീണ്ടും ഇത് മാറ്റുക. ഏതൊരു സമയത്തും ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പ്രാർത്ഥനയാണ് ആവശ്യം. അതുപോലെ തന്നെ ഇത് ചെയ്യുന്ന സമയത്ത് കൈയും കാലും ഒക്കെ ശുദ്ധിയോടുകൂടി കഴുകി വൃത്തിയാക്കി കുളിച്ച് റെഡിയായതിനു ശേഷം മാത്രമേ ചെയ്യാവൂ. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.